ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് നടന്ന ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാം തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് അതേ പോയിൻറ്റുകളും അതേപോലെ തന്നെ എന്നോട് തൊട്ടടുത്ത് നിൽക്കുന്ന പോയിൻറ്റ്സ് ഒക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട ആളുകൾക്ക് എന്തായാലും അത് ഹെൽപ്ഫുള്ളായിരിക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ, വാട്ട് ഈസ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സബ്ജക്റ്റും അതേപോലെ അതിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെ ഹെഡിങ് എന്താണോ അതെന്തായാലും ഒന്ന് പഠിച്ചു വെക്കുകയെന്ന്. അപ്പോൾ അത് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. രണ്ടാമത്തെ, വാട്ട് ഈസ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, TQM എന്താണെന്നുള്ളത്. വാട്ട് ഈസ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് പ്രോഡക്റ്റ്, നാലാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് പ്ലാൻഡ് ലേ ഔട്ട്, എന്താണ് പ്ലാന്റ് ലേ ഔട്ട്, അതേപോലെ തന്നെ പ്ലാന്റ് ലൊക്കേഷൻ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ആറാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് MPS. MPS പറഞ്ഞാൽ അതിന് തൊട്ട് മുന്നത്തേൽ MRP ചോദിച്ചിട്ടുണ്ടായിരുന്നു, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ആയിരുന്നു. ഇപ്രാവശ്യം അത് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ, അതാണ് MPS എന്നത്. നാലാമത്തെ ചാപ്റ്ററിൽ നമ്മുടെ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൽ സ്റ്റാർട്ടിങ് അത് തന്നെയാണ് വരുന്നത്. ഓക്കെ, അടുത്ത വാട്ട് ഈസ് സേഫ്റ്റി സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്ക് ലെവലൊക്കെ നമ്മൾ എപ്പോഴോ പഠിച്ചു തുടങ്ങുന്ന കാര്യമാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മുതൽ പഠിച്ചു തുടങ്ങുന്ന കാര്യമാണിത്. അതേപോലെ അക്കൗണ്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുമ്പം നമുക്കൊരു കമ്പനിക്ക് പ്രൊഡക്ഷൻ നിർത്താതെ തന്നെ അതിലേക്ക് വേണ്ടതായിട്ടുള്ള സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ പാരറ്റോ ഡയഗ്രാം എന്താണെന്നുള്ളത് ഓൾറെഡി ഒരിക്കലും വന്നിട്ടുണ്ടായിരുന്നൊരു ക്വസ്റ്റൻ ആയിരുന്നു. വാട്ട് ഈസ് PLC, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തന്നെയാണ്. ആൻഡ് എക്സ്പ്ലെയിൻ ഷെഡ്യൂളിങ്, അതായത് ഓരോ പ്രോഗ്രാമും എത്ര സമയത്തേക്കാണെന്നൊക്കെ കൃത്യമായി നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എത്ര സമയം എടുക്കും എന്നുള്ള കാര്യങ്ങൾ. വാട്ട് ഡു യു മീൻ ബൈ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, അത് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെയാണ് കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത്. ആൻഡ് പ്ലാന്റ് ലൊക്കേഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ പ്ലാന്റ് ലേ ഔട്ടും ചോദിച്ചു, പ്ലാന്റ് ലൊക്കേഷനും ചോദിച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും നമ്മുടെ സ്റ്റോക്ക് ലെവലിലേക്ക് തന്നെ വാട്ട് ഈസ് റീ ഓർഡർ ലെവൽ, നമുക്കിവിടെ സേഫ്റ്റി സ്റ്റോക്ക് ചോദിച്ച പോലെ തന്നെ റീ ഓർഡർ ലെവൽ ചോദിച്ചിട്ടുണ്ട്. റീ ഓർഡർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പം ഒരു പരിധിയിലും കഴിഞ്ഞിട്ട് അത് താഴേക്ക് പോകുമ്പം അടുത്ത ലെവൽ എന്ന് പറയുന്നത് എന്താ, നമ്മളിനി പുതിയതായിട്ട് അടുത്ത ഓർഡർ കൊടുക്കാനുള്ള സമയമായി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ രണ്ടാമത് ഓർഡർ കൊടുക്കാനുള്ള ആ ഒരു ടൈമായി എന്ന് കാണിക്കുന്നതാണ്. അദ്ദേഹത്തിന് റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ദ യൂട്ടിലിറ്റി ഓഫ് റേഞ്ച് ചാർട്ട്. റേഞ്ച് ചാർട്ടിൻ്റെ യൂസേജിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, ഇതൊക്കെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോയിട്ടുണ്ട്, എന്തിനാണ് അതൊക്കെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. ഇത്രയാണ് നമുക്ക് ആദ്യത്തെ സെക്ഷനിൽ വരുന്നത്. ഓൾമോസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഒക്കെ വന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് സെക്ഷൻ ബിയിലേക്ക് പോവുകയാണെങ്കിൽ, എക്സ്പ്ലെയിൻ ദ കീ ഏരിയാസ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്. ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എവിടേക്കാണ് ഇത് അപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. വീണ്ടും TQMനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. ആൻഡ് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പ്ലാന്റ് ലൊക്കേഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ് ലേ ഔട്ട് ചോദിച്ചു, പ്ലാന്റ് ലൊക്കേഷൻ ചോദിച്ചു, പ്ലാന്റ് ലൊക്കേഷനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിച്ചു. ആൻഡ് അടുത്തത് ഇൻവെൻട്രിയും പ്ലാന്റുമാണ് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്താണ് ഇൻവെൻട്രി കോസ്റ്റ് എന്ന് പറയുന്നത്? ഒരു ഇൻവെൻട്രി കോസ്റ്റ് നമ്മൾ കണക്കാക്കുമ്പോൾ അത് നമ്മൾ അക്വയർ ചെയ്തിട്ട് അത് ഓർഡർ ചെയ്യാനും കൊണ്ടുവരാനും ഒക്കെ എല്ലാ ചാർജും കൂടി വരുമ്പോഴാണ് അത് ഇൻവെൻട്രി കോസ്റ്റ് ആവുന്നത്. പിന്നെ ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി എന്താ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോക്സ് പഠിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴാണോ വേണ്ടത് ആ സമയത്തേക്കുള്ള മാത്രമേ അവൈലബിൾ ആവുക. ആൻഡ് ഡിസ്കസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി, വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ മാനേജ്മെൻറ്റ് പഠിക്കുന്ന സമയം മുതൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയമാണോ ആവശ്യമായി വരുന്നത്, ടൈം സ്റ്റഡി കൊണ്ട്. മോഷൻ സ്റ്റഡി എന്ന് പറയുമ്പം ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനിടയിൽ എത്ര പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ട്, ആ ഒരു മോഷൻ, അതിനെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായ ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലോഡിങ്ങും റൂട്ടിങ്ങിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് എക്സ്പ്ലെയിൻ വേരിയസ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി. ക്വാളിറ്റി കോസ്റ്റുകൾ, വേരിയസ് കോസ്റ്റുകൾ ഏതൊക്കെയാണ് ക്വാളിറ്റി ബേസ്ഡ് ആയിട്ട് പറയുന്നത്. ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ വീണ്ടും ചോദിച്ചു, നമുക്ക് ആദ്യത്തെ സെക്ഷനിലും ചോദിച്ചു, രണ്ടാമത്. അപ്പോൾ TQMും അങ്ങനെയാണ് ഉണ്ടായത്. ആദ്യത്തേലും ചോദിച്ചു, രണ്ടാമത്തേലും ചോദിച്ചു. അതേപോലെ തന്നെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതിൻ്റെ കീ ഏരിയാസ് ആണ് നമ്മൾ സെക്കൻഡ് പാർട്ട് ചോദിച്ചത്. പ്ലാൻ ലൊക്കേഷൻ ചോദിച്ചപ്പോൾ വീണ്ടും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ചോദിച്ചു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ കണക്റ്റഡ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി ഈ സെക്ഷൻ സിയിലേക്ക് പോവുകയാണെങ്കിൽ, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലേ ഔട്ട്. പലതരത്തിലുള്ള ലേ ഔട്ടുകളെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വീണ്ടും MRPയും
അതിൻ്റെ എലമെൻസും. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു MRP അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ. ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ ക്വാളിറ്റി കൺട്രോൾ എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഡിസ്കസ് ദ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ഫങ്ഷണൽ ഏരിയാസ് ഇൻ ഓർഗനൈസേഷൻ. ഓരോ ഓർഗനൈസേഷനിലെ മറ്റുള്ള ഫങ്ഷണൽ ഏരിയാസുമായിട്ടുള്ള അതിൻ്റെ റിലേഷൻഷിപ്പ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 4 ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് 2 എഴുതിയാൽ മതി. ഇവിടെ 4 നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലേ ഔട്ടുകളും MRP എലമെൻസുകളും ക്വാളിറ്റി കൺട്രോൾ എന്തൊക്കെയാണുള്ള കൺസെപ്റ്റും ഏതൊന്നും നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതന്നെ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഈ ഒരു എക്സാമും നമുക്ക് ഒട്ടും ടഫ് എന്ന് പറയാനില്ല. പഠിച്ച ഒരാൾക്കും അതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയ ഒരാൾക്കൊക്കെ ജയിക്കാനുള്ള മാർക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഒരു 50 മാർക്സ് വരെയൊക്കെ നല്ലതാണ് പഠിക്കുന്ന ആൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അല്ലാത്ത ആളുകൾക്കും തോൽക്കാതെ പാസ്സാവാനുള്ളൊരു മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇനി ഓൾറെഡി ഇൻകം ടാക്സിൻ്റെയും ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ വീഡിയോസ് നമ്മളിവിടെ ഫുള്ളായിട്ട് ചാപ്റ്റർ വൈസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഓൾറെഡി എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും അത് കാണുക. അതേ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും ഒന്ന് പഠിക്കുക. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൽ റിപ്പീറ്റഡ് ആയിട്ട് എത്ര പ്രാവശ്യം വന്നു നോക്കുക, ആ പോയിന്റുകൾ ഏതാണ് നോക്കുക, അതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത പോയിന്റുകൾ കൂടി അതിൻ്റെ മുന്നിലോ പിന്നിലുള്ള പോയിന്റുകൾ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ളത്. സോ ആ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും മറക്കാതെ എല്ലാവരും ഇൻകം ടാക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. അതേപോലെ തന്നെ ചാനലിൽ നമ്മൾ ചാനൽ എടുത്തു കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ചാനൽ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇപ്പോഴും പറയാറുള്ള പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളെ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്